ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജി. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് പേജ് ഓഫ് സോഡ്സ് ആണ് കേട്ടോ. പേജ് ഓഫ് സോഡ്സ് പറഞ്ഞാലേ, ഈ പേജ് ഓഫ് സോഡ്സിന് തൊട്ട് മുമ്പുള്ള കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് സോഡാണ്. അതായത് നമ്മൾ ബാക്ക് സ്റ്റാബിങ് കിട്ടി കിടക്കുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ വളരെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ടാരോ റീഡിങ്സ് ഒക്കെ കാണാനുള്ളൊരു കാരണമുണ്ടല്ലോ. അത് ചിലപ്പോൾ ചിലർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ പെട്ടുപോയി, നിങ്ങൾ ലൈഫിൽ വീണ് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ആണ് ആ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ബാക്ക് സ്റ്റാബിങ് കിട്ടി, മറ്റുള്ളവരാൾ ചതിക്കപ്പെട്ടതോ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോയി എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റാബിങ് കിട്ടി വീണ് കിടന്ന ഒരാളായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ പതുക്കെ ആ അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരികയാണ് അല്ലേ. അതാണ് പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ പുതിയ തീരുമാനങ്ങൾ, ബുദ്ധിപരമായ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ദിവസം എന്നാണ് പേജ് ഓഫ് സോഡ്സ് പറയുന്നത്. പുതിയ തുടക്കം എന്നാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുവാണ്. കാരണം നമ്മൾ വീണ് കിടന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്ക് നമ്മുടെ കൂടെയുണ്ട്, ആർക്ക് നമ്മുടെ കൂടെ ഇല്ല, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, എൻ്റെ തെറ്റെന്തായിരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ ഉൾവിളികൾ, കുറേ റെവലേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു കോൺഫിഡൻസും ഉണ്ട്, അതേസമയം ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഞാൻ മുമ്പെടുത്തൊരു തീരുമാനം തെറ്റിപ്പോയത് കൊണ്ടാണ് ഞാൻ അന്ന് വീണ് പോയത്. അതുകൊണ്ട് ഇനി ഞാൻ തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നേ ദിവസം കാറ്റ് അനുകൂലമല്ല, നമുക്ക് എതിരായിട്ടാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു തീരുമാനം എടുത്താൽ ശരിയാകുമോ എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് കാണുന്നത്. ഈ പേജ് ഓഫ് സോഡ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും എന്നാൽ അബദ്ധം പറ്റുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്ന, തീരുമാനം എടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. മുൻപ് എന്ത് പാഠമാണോ നമ്മൾ പഠിച്ചത് ആ പാഠത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ഇന്ന ദിവസം തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പേജ് ഓഫ് സോഡ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ. കാരണം നിങ്ങൾ മുമ്പ് വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊരു പാഠം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. നിങ്ങളിനി മുന്നോട്ട് പോകുന്ന ഓരോ കാൽവെപ്പും നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് കേട്ടോ. അതുപോലെ ഇന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കും. പുതിയ എന്തെങ്കിലും ഒരു കാര്യം, പുതിയ കോഴ്സ് പഠിക്കുന്നതായിരിക്കാം, പുതിയതായിട്ട് ലൈഫ് സ്കില്ലുകൾ പഠിക്കുന്നതായിരിക്കാം. അത്തരത്തിലുള്ള എനർജിയാണ് പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ദിവസം റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് സോഡ്സ് കേട്ടോ. സെക്കൻഡ് കാർഡ് 6 ഓഫ് കപ്സ് ആണ്. ഇത് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഇന്നലെയും സെയിം കാർഡ് ഉണ്ടായിരുന്നു. പാസ്റ്റിലെ ഇത് നൊസ്റ്റാൾജിയുടെയും അതുപോലെ പാസ്റ്റ് ലൈഫിൻ്റെയും കാർഡാണ് 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആരോ നിങ്ങൾക്കൊരു ഓഫറുമായി വരുന്നുണ്ട് എന്നാണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റീയൂണിയൻ പോസിബിലിറ്റിയാണിത്. നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ ഇരിക്കുന്നതുമാകും കേട്ടോ. പാസ്റ്റിലുണ്ടായിരുന്ന ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നതോ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നതോ ഒരാത്തുള്ള സ്വപ്നം കണ്ടിട്ട് ഇരിക്കുന്നതോ ആ എനർജിയിൽ ഇരിക്കുന്നതോ ഒക്കെ ആകാം. ഇത് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് കാലം നിങ്ങളുടെ ആത്മമിത്രമായിട്ടുണ്ടായിരുന്ന, ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ ഓർ സിസ്റ്റർ പോലെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളായിരിക്കാം. അങ്ങനെ ആയിരുന്നിട്ട് ഇടയ്ക്ക് വെച്ച് റിലേഷൻ സ്റ്റക്കായി പോയിട്ടുള്ള, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സെപ്പറേഷൻ ആയി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പ്, സിബ്ലിങ്സിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. സിബ്ലിങ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൺ കോളായിരിക്കാം, അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അവരുമായിട്ടുള്ള ലൈഫിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതായിരിക്കാം. ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ ഇരിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതോ ആയിരിക്കാം. പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ തിരിച്ചു വരുന്നതായിരിക്കും. ഒരു റിലേഷൻഷിപ്പിൻ്റെയും റീയൂണിയൻ്റെയും കാർഡാണ് 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, സിബ്ലിങ്സിൻ്റെ കയ്യിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വളരെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരാൾ വന്ന് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
ഒരു സർപ്രൈസ് കിട്ടുന്നതായിരിക്കാം, ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 6 ഓഫ് കപ്പ്. അതുപോലെ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട് എന്ന് പറയുന്ന ആ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി, ആ വീടുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതായിരിക്കാം, ലോൺ അപ്രൂവൽ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കാം. ആ നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് നിങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കുകയോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുകയോ ചെയ്യുന്നതായിരിക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നതായിരിക്കാം. അതൊക്കെയാണ് 6 ഓഫ് കപ്പ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് 6 ഓഫ് കപ്പ് പറയുന്നത്. ദെൻ ഏസ് ഓഫ് വോൺസ് ആണ്. ഇതൊരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ വഴി തുറക്കുന്നു എന്നാണ്, പുതിയൊരു ഘട്ടം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു കാർമിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 35-40 വയസ്സുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമാണ് ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ടൈമിൽ, നിങ്ങൾ കുഞ്ഞായിരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ യൗവനത്തിലൊന്നും ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ ഈ 30s 40s ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളിപ്പം സെൽഫ് റിലയബിളാണ്, നമ്മൾ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് ഡാൻസോ പാട്ടോ പഠിക്കണമെങ്കിൽ മറ്റാരുടെ സഹായം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ആ പാഷനെ ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള മറ്റാർക്കും അറിയാത്ത മറ്റൊരു വേർഷനെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു സംരംഭം തുടങ്ങുന്നതായിരിക്കാം, ഒരു പുതിയ പാഷനെ ചേസ് ചെയ്യുന്നതായിരിക്കാം, ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഏസ് ഓഫ് വാൺസ്. അല്ലെങ്കിൽ പുതിയൊരു ജോലി മേഖലയായിരിക്കും കേട്ടോ, പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാനായിട്ടൊരു ദിവസം നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ നല്ല ദിവസമാണ്. അതിന് പറ്റിയ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇന്നേ ദിവസം ഉള്ളത് എന്നാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചാരിയറ്റാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിപ്പോയ എന്തോ ഒരു കാര്യം, അതായത് നിശ്ചലമായി പോയിരുന്ന ഒരു കാര്യം ഇന്ന് വീണ്ടും പുനരുജ്ജീവിക്കുന്നു എന്നാണ്. ഒരു പുതിയ ചലനം ഉണ്ടാവുന്നു എന്നാണ്, ഒരു പുതിയ യാത്ര ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ പഠിത്തം പാതിവഴിയിൽ ഉപേക്ഷിച്ചവർ പുതിയ പഠിത്തത്തിലേക്ക് പോകുന്നതായിരിക്കാം. വീട് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചവർ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വസ്തു നോക്കാൻ പോകുന്നതായിരിക്കാം. അത്തരത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തീരുമാനിച്ചിട്ടല്ല, യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദൈവം എന്ന് പറയുന്ന ആ സങ്കല്പം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരും, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്ര ഇന്നേ ദിവസം ആരംഭിക്കും എന്നുള്ളതാണ് ചാരിറ്റി പറയുന്നത്. ഇന്നൊരു മൂവ്മെൻറ്റിൻ്റെ ദിവസമാണ്. യാത്രയുണ്ട്, വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. കാരണം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദിവസമാണ് ചാരിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആത്മബലം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതായിരിക്കും സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ ലോട്ടറി ഒക്കെ എടുത്തിട്ട് കാത്തിരിക്കുന്നവർക്ക് ലോട്ടറി ഒക്കെ അടിക്കാനോ ചിട്ടിയുള്ളവർക്ക് ചിട്ടി അടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ കിട്ടുമോ എന്നോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ ഇന്നത് കിട്ടാൻ പോകുന്നു എന്നാണ് ചാരിറ്റി പറയുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ സ്റ്റക്കായി നിന്നത്, തലകുത്തി നിന്നൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയില്ലാതെ നിങ്ങൾ മൂഡ് സ്വിങ്സിലിരുന്ന കാര്യമില്ലേ, നിങ്ങൾ പേടിച്ചിരുന്ന കാര്യമില്ലേ, സംഭവിക്കുമെന്ന് പേടിച്ചിരുന്ന കാര്യമില്ലേ, നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുമെന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീതിയായിരിക്കാം ചിലപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലെ പുതിയൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പോസിറ്റീവായൊരു കാര്യം ഇന്ന ദിവസം സംഭവിക്കുന്നതാണ് ചാരിയറ്റ്. ചിലപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ആരെങ്കിലും വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരിക്കലും നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് ചാരിയറ്റ് കേട്ടോ. നമുക്കത് നഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണമായും നമ്മൾ വിചാരിച്ചൊരു കാര്യം ഇന്ന് വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണ് ചാരിയറ്റ് എനർജി. കണ്ടോ, 8 ഓഫ് ഫണ്ട്. 8 ഓഫ് ഫണ്ട് ക്വിക്കായിട്ട് ആക്ഷൻ എടുത്ത് നമ്മളിലേക്ക് എന്തോ ഒരു കാര്യം വന്നു ചേരുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, ചിലപ്പോൾ നമുക്കൊരു ഓർഡർ വരുന്നതായിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കാം, നിങ്ങൾ കാത്തിരുന്നൊരു കോളോ ഒരു മെസ്സേജോ ഒരു ഇമെയിലോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് വാണ്ട്സ്. അതുപോലെ ഇത് എയർ ട്രാവലിൻ്റെ കാർഡാണ്. ഒരുപക്ഷേ നിങ്ങൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം, നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നതായിരിക്കാം,
ഇനി നാട്ടിൽ ജോലിയുള്ളവരാണെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കും. എയർ ട്രാവലിൻ്റെയും കാർഡാണ്. ഇതൊക്കെ യാത്രയുടെ കാർഡാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ ഇന്നൊരു യാത്രയിലായിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു യാത്ര നിങ്ങളിന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ യാത്ര ചെയ്താരെങ്കിലും വരുന്നതാവാം. യാത്രയുടെ കാർഡാണ് എന്തായാലും. ആരെങ്കിലും നിങ്ങളെ കാണാൻ യാത്ര ചെയ്ത് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഈ ചാരിയറ്റും 8 ഓഫ് വാണ്ടും പറയുന്നത്. ദെൻ ജഡ്ജ്മെൻ്റ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോകുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതല്ലാത്ത കാര്യങ്ങൾ പറയുക, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പം ആളുകൾ നിങ്ങളെ ജഡ്ജ്മെൻറ്റ് ചെയ്യും. ഇവരെന്താണ് ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ ആളുകൾ നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ എവിടെ വരെ എത്തി എന്ന് മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ വർക്കിനെ മറ്റുള്ളവർ അസസ് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടും എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. അതിൽ നിങ്ങളെ മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു എനർജി ആയിരിക്കും, മറ്റുള്ളവരെ ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, തോന്നിയിട്ട് എന്ത് മനസ്സിൽ വന്നാലും അത് മനസ്സിൽ തന്നെ വെച്ചിരിക്കുകയും പാടുള്ളൂ, പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഹൈ പ്രീസ്റ്റസ് ചിലപ്പോൾ കുറച്ച് പേർക്ക് എക്സാമൊക്കെ PSC എക്സാം പോലുള്ള എക്സാംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള IELTS ആയിരിക്കാം, OET ആയിരിക്കാം. അത്തരത്തിലുള്ള എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളും ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഒരു ലോട്ടറിയോ ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നൊരു എനർജി ഉണ്ട് ഇവിടെ കേട്ടോ. ദെൻ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള സ്പിരിച്വൽ എനർജിയാണ്, സ്പിരിച്വൽ ഫെമിനൈൻ എനർജിയാണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ദൈവത്തോട് വളരെയധികം ചേർന്നായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ സിനിമ കാണുന്നത് പോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യം വരില്ല. അതാണ് ഒരു എനർജി. ദെൻ ഹൈ പ്രീസ്റ്റസ് നിങ്ങൾ വളരെ നിഗൂഢതയുള്ള ഒരു ലേഡിയെ കാണാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. 3 നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. അവരോട് നിങ്ങൾ ഉപദേശം തേടും എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നിഗൂഢ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. ടാരോ പോലുള്ള എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻക്വയറീസ് ഒക്കെ നടത്തുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ദെൻ കൂടുതൽ ഇത് പഠിക്കുന്നതാണ് കേട്ടോ. നിഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾക്കറിയാതിരുന്ന രഹസ്യം, നിങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്ന രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. നിങ്ങളൊരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഫീമെയിൽ എനർജി എന്ന് കാണാനും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഒരു ടാരോ റീഡിംഗ് എടുക്കുന്നതോ, അല്ലെങ്കിൽ ടാരോ റീഡിങ്ങിന് നിങ്ങൾക്കൊരു നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നതോ, നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ലേഡിയെ കാണുന്നതോ ഒക്കെ ആകാം. ഫീമെയിൽ എനർജി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു ഉപദേശം കിട്ടുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ദെൻ കിങ് ഓഫ് വാണ്ട്സ്, ഇത് നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. വളരെ ആത്മാർത്ഥമായിട്ട് ജോലിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ മറ്റൊരു ജോലിയിലേക്കും കൂടെ നോക്കിയിരിക്കുന്നൊരു എനർജിയാണ് കിങ് ഓഫ് വാണ്ട്സ് അല്ലെങ്കിൽ കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. ഫയർ എനർജിയാണ്. അതായത് വളരെ ആവേശമാണ്, അഭിനിവേശമാണ്. അതായത് പെട്ടെന്ന് ചെയ്യണം, ആവേശത്തോടു കൂടി ചെയ്യണം, ചെയ്യുന്നത് വളരെ സത്യസന്ധമായി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. കാരണം ഇയാൾ ഒരു വിഷണറിയാണ്, ഇയാൾ ഒരുപാട് അനുഭവമുള്ള ഒരാളാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ആളാരായാലും നിങ്ങൾ ഒരുപാട് അനുഭവമുള്ള ആളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്, എന്തെല്ലാം കടമ്പകൾ കടന്നിട്ടാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഒരു പുതിയ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. അതാണ് വിഷണറി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ
ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പം ചെയ്യുന്ന ജോലിയോടൊപ്പം വേറെ ഏതെങ്കിലും മറ്റൊരു സെക്കൻഡ് ഏർണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്താലോ, പുതിയൊരു എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്താലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കുറച്ച് ഫ്ലേർട്ടി എനർജി ഉണ്ടാവും. മറ്റുള്ളവരുടെയൊക്കെ ഒന്ന് ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ ഒരു എനർജി തോന്നാൻ സാധ്യതയുണ്ട്. ദെൻ 3 ഓഫ് സോഡ്സ് ആണ്. ഇത് കുറച്ച് ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്ന എനർജിയാണ്. കുറച്ച് പെയിൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. നമ്മൾ തന്നെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ പെയിൻ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് നമ്മളൊരു റീയൂണിയൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരാൾ വരുമെന്ന് കാത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാളിൽ നിന്ന് വരുന്നുണ്ടാവില്ല. നിങ്ങൾ വിജയിക്കുമെന്ന് വിചാരിക്കുന്നിടത്ത് ആ വിജയം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പെയിൻ അനുഭവിക്കുമല്ലോ. നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടാതിരിക്കുക, നമ്മളെ വേദനിപ്പിക്കുന്ന റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം സംഭവിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവത്തില്ലേ. അതാണ് 3 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് അല്ലാത്തൊരു കാര്യം സംഭവിക്കും. നിങ്ങൾ എന്തോ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നടക്കുമെന്ന്, അത് സംഭവിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന അനുഭവിക്കേണ്ടി വരും എന്നാണ് 3 ഓഫ് സോഡ്സ് പറയുന്നത്. 10 ഓഫ് കപ്സ് ഫാമിലി കാർഡാണ്, ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ഫാമിലിയുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റും, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഫാമിലിയോടൊപ്പം പുറത്തു പോവുക, ആഘോഷമായിരിക്കുക, സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, ഫാമിലി ടൈം എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ ഫാമിലിയുടെ കൂടെ അല്ലാത്ത ആളുകൾ ഇന്ന് മാക്സിമം ഫാമിലിയിലുള്ളവരെ വിളിച്ച് സംസാരിച്ച് അവരുമായിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഫാമിലി പലയിടത്താണ് മെമ്പേഴ്സെങ്കിൽ എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാവും, എങ്ങനെ ഫാമിലി യൂണിയൻ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ വീഡിയോ കോൾ വിളിക്കുക. എല്ലാവരും കൂടെ എല്ലാ വീട്ടിലും ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ കോൾ വിളിച്ച് എല്ലാവരും പരസ്പരം സംസാരിച്ച് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയൂ, സംസാരിക്കൂ, ആശയവിനിമയം നടത്തൂ, അങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഇനി ഫാമിലി ആയിട്ടുള്ളവരല്ല, ഫാമിലി പോലെയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇന്നൊരു റീയൂണിയൻ്റെ ദിവസമാണ് എന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ബോട്ടം 6 ഓഫ് വാണ്ടാണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതായത് നിങ്ങളൊരാളെ പ്രതീക്ഷിക്കുന്നുണ്ട്, അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, അയാൾ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അയാൾ നിങ്ങളോട് ബിഹേവ് ചെയ്യും എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന ചില ആളുകൾക്ക് ഇന്ന് റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു 3 ഓഫ് സോഡിന് വന്ന ക്ലാരിറ്റി എന്ന് പറയുന്നത്, ചില ആളുകൾ നമ്മളോട് ബിഹേവ് ചെയ്യേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാതെ വരുന്നു എന്ന് പറയുന്നത് അത് റിലേഷൻഷിപ്പ് മാത്രമാണോ നിർബന്ധമില്ല, അത് ഏത് തരം ബന്ധമാവാം. ഇവിടെ പക്ഷേ റിലേഷൻഷിപ്പാണ് പറയുന്നത്. റിലേഷൻഷിപ്പിലുണ്ടായിരുന്നത് സെപ്പറേഷനായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നതോ അവരുടെ അടുത്ത് വന്നിരിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഉണ്ടാവാൻ, ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഒന്നുകിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യം അവർക്കത് ഹാപ്പിനെസ് ഉണ്ടാക്കി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു സാഹചര്യം ആവാനും സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പൊതുവെയുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്നത്? നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ അതിൽ കുറച്ചും കൂടെ അറിവ് നേടാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അതായത് നിങ്ങൾക്കത് വേണോ വേണ്ടയോ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് കാർഡ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയോ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതിൽ എന്തോ ഒരു പാകപ്പിഴ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ശരിയില്ല, ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാൻ ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത്. ദെൻ ലാസ്റ്റ് കാർഡ് വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ധൃതി പിടിച്ച് തീരുമാനമൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് കുറച്ചും കൂടെ മുന്നോട്ട് എവിടെയോ പോകാനുണ്ട്. അപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ച് തീരുമാനം എടുത്ത് പോവണ്ട, ഒരു ന്യൂ ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അതുപോലെ നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി ഇൻഫർമേഷനൊക്കെ നിങ്ങൾ ഗ്യാദർ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് പ്ലേഫുൾനെസ് ആണ്. ഇത് ഒരു
നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു റാപ്പോ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലിസ് ഉണ്ടല്ലോ, ഒരു ആനന്ദം, പരസ്പരം കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം, അത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേഫുൾനെസ് കാണിക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കിടുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുക, അതൊക്കെ എന്താണ് ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് ഹാപ്പിനെസ് ആണ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും ഒത്തുചേരലുകൾക്ക് ആക്കം കൂടും, വീണ്ടും വീണ്ടും കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം കൂടും. അപ്പോൾ പ്ലേഫുൾനെസ്സിലേക്ക് വരാനാണ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടെ സന്തോഷം കണ്ടെത്തി അതിനെ ദൃഢമാക്കാനാണ് പറയുന്നത്. റിലേഷൻഷിപ്പിനെ കൂടുതൽ ദൃഢമാക്കാൻ. ഇതിപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അച്ഛനോടും അമ്മയോടും ആയിരിക്കാം, മക്കളോടായിരിക്കാം, അവരോടൊക്കെ സംസാരിച്ച് ഒരു നല്ല ആശയവിനിമയം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ റാപ്പോസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ അൺറിക്വൈറ്റഡ് ലവ്. ചില സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇവൻ്റെ ഇടയ്ക്ക് ഒരു അട്രാക്ഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു കെമിസ്ട്രി, ദർ ഇസ് നോ കെമിസ്ട്രി ഇൻ ബിറ്റ്വീൻ ദീസ് ടു മൈൻഡ്സ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവിടെ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നും ഇല്ല എങ്കിലും ആ റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് സ്റ്റിൽ ദയർ. ദാറ്റ് മീൻസ് അവിടെ ഒരു റാപ്പോ നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ ഒരു നല്ല എനർജി ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരു കോട്ടം വന്നു, അൺറിക്വൈറ്റഡ് ആണ് നമുക്കിപ്പോൾ തോന്നുന്നതാണ്. ഫോർ ദ ടൈം ബീങ് ആണ്. നെക്സ്റ്റ് മൊമെൻറ്റ് ഇറ്റ് വിൽ ബി ഓക്കെ. അപ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് അട്രാക്ഷനൊന്നും ഇല്ലെന്നൊക്കെ തോന്നാം, പക്ഷേ അത് പതുക്കെ റെഡി ആയിക്കോളും. ദെൻ എക്സ്പ്രസ് യുവർ ലവ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേർത്ത് ഇനഫ് അല്ല, അല്ലെങ്കിൽ അവിടെ ഒരു നിങ്ങൾക്കിടയിലുള്ളൊരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് പോയി, ഇപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങളായിട്ട് എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് ഗോയിങ് അല്ല, ഇതിപ്പോൾ ആവശ്യമില്ലാത്തൊരു റിലേഷനാണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഗോ അഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റസ്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക. അപ്പോൾ സ്നേഹം നിങ്ങൾക്കും തിരിച്ചു കിട്ടും. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, ദേഷ്യം കൊടുത്താൽ ദേഷ്യം കിട്ടും, വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ. സ്നേഹം കൊടുത്ത് സ്നേഹം മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. എന്തുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നു എന്ന് വെച്ചാൽ ഈ ത്രിയോസോഡൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ത്രിയോസോഡ് എന്ന് വെച്ചാൽ ഹൃദയം. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നമുക്ക് വേദന ഉണ്ടാകും എന്ന് പറയുന്ന കാർഡാണ് ത്രിയോസോഡ്. അപ്പോൾ ഈ കാർഡ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അല്ലാതെ ത്രിയോസോഡ് കാണുമ്പോഴത്തേക്കും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന് നല്ല സുഖമുള്ള ദിവസമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ ചിലപ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നിങ്ങൾ വേദന അനുഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് കേൾക്കുന്നതായിരിക്കാം, ഓക്കെ, ആർക്കെങ്കിലും അസുഖം വന്നു എന്ന് കേൾക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എനർജി വരുമ്പോൾ അങ്ങനെ പറയണ്ടേ, അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.